എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നൊരു ചെറിയൊരു ചിന്ന ഷോപ്പിങ്ങിന് പോവുകയാണ്. വേറെ എവിടേക്കല്ല, തൃശ്ശൂർക്കാണ്. ഒരു ചെറിയൊരു ഗോൾഡ് പർച്ചേസിംഗ് ആണ്. നമ്മളൊരു ചെറിയ കുറി കൂടിയിരുന്നു. 10 മാസത്തെ കുറിയാണ്. അപ്പോൾ നമ്മളവിടെ എത്തി. അപ്പോൾ ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ, നിരവധി കളക്ഷൻസ് ഉണ്ട്. വലിയ കാര്യത്തിലൊന്നുമുള്ള കുറിയല്ല. അപ്പോൾ നമുക്കറിയാമല്ലോ, ഗോൾഡിനൊക്കെ റേറ്റ് കൂടി വരികയാണ്. അപ്പോൾ നമ്മളൊരു 20,000 22,000-ൻ്റെ കുറിയാണ് വെച്ചത്. അതിലൊരു ചെറിയൊരു കമ്മലെടുക്കാൻ പറ്റുള്ളൂ, സംതിങ് ഗ്രാം 1.25 ഗ്രാമിൻ്റെ അടുത്തുള്ളൊരു കമ്മൽ നമുക്ക് എടുക്കാൻ പറ്റിയിട്ട്. പക്ഷേ മോൾക്ക് നല്ല ഇഷ്ടമായി, ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. അതേപോലെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ടുള്ളൊരു ചെറിയ പ്രഹസനമൊക്കെയാണ് കേട്ടോ ഈ ഫോട്ടോസൊക്കെ. ചുമ്മാ നേരം പോകണ്ടേ, ബില്ലടിക്കുന്നത് വരെ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഓരോ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. പിന്നെ മോൾക്ക് അവിടെ കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്തിരിക്കണം പറഞ്ഞിട്ട് അവിടെ ഇവിടെ നിന്ന് അവളും കുറേ പോസ് ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. കാലിക്കറ്റ് പാരഡൈസിലാണ് പോയത്, തൃശ്ശൂരത്തെ. അങ്ങനെ നേരെ പോയി അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കുറച്ച് നേരം ഇരുന്നു. നല്ല ആംബിയൻസ് ആണ്, നല്ല ഫുഡാണെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് മോൾക്ക് വിശന്ന് തുടങ്ങി. കുറേ നേരം അവൾ വിശക്കണു പറഞ്ഞിട്ട് ഉള്ള കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായി. എന്നാലും കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. നല്ല ആംബിയൻസ് ആണ് കേട്ടോ, നല്ല അടിപൊളി ലുക്കാണ്, നല്ല ഇൻറ്റീരിയർ. അതുപോലെ തന്നെ നല്ല എന്താ പറയുക, ഫാമിലിക്കൊക്കെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ പറ്റുന്നത്. ഞങ്ങളൊരു ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്, ഒരു വാട്ടർമെലൺ ജ്യൂസും. നല്ല ഫുഡായിരുന്നു കേട്ടോ. അതുപോലെ നല്ല ഗുഡ് സർവീസസ് ആണ്. മോള് കഴിക്കാൻ തുടങ്ങി. അവൾക്ക് വിശന്നിട്ട് പാടില്ല പറഞ്ഞിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നല്ലോ. അപ്പോൾ നല്ല കഴിക്കലാണ്. അവൾക്ക് നല്ല ഇഷ്ടമാണ്. എപ്പോഴും ബിരിയാണിയാണ് ആൾക്ക് ഏറ്റവും ഇഷ്ടം. എവിടെ പോയാലും ഏറ്റവും ഇഷ്ടം ആൾക്ക് ബിരിയാണിയാണ്. അപ്പോൾ പിന്നെ നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുക ബിരിയാണിയാണ്. അത് നല്ല ദം ബിരിയാണി. അത് പ്രത്യേകിച്ച് പറയേണ്ടത് ഇവരുടെ നല്ല സാലഡ്, അതുപോലെ തന്നെ നല്ല ചമ്മന്തി, പിന്നെ നല്ല അച്ചാറ്, പിന്നെ ലഗോണ്ട് ബിരിയാണി ആയിരുന്നു എന്നാണ് നമുക്ക് തോന്നിയത് കഴിച്ചപ്പോൾ. വളരെ നല്ല ബിരിയാണി ആയിരുന്നു. ഞാൻ കഴിക്കുന്ന കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം. മോൾക്ക് ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഹാപ്പിയായി. അപ്പോൾ ഞാൻ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചു. അങ്ങനെ ഹസ്ബൻഡും സ്റ്റാർട്ട് ചെയ്തു. ഹസ്ബൻഡിനും നല്ല ഇഷ്ടമായി. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഹൈലൈറ്റ് മാളിലേക്കാണ്. അപ്പോൾ മോൾക്ക് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പാർക്കാകുമ്പോൾ ഇപ്പോൾ നല്ല ചൂടാണല്ലോ. അപ്പോൾ നമുക്കറിയാം ഭയങ്കര ചൂടാണ്. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ മാളുകൾ ചൂസ് ചെയ്യുന്നത് തന്നെയാണ്. അവിടെ ആകുമ്പോൾ തണുപ്പുണ്ടാവുകയും ചെയ്യും, കുട്ടികൾക്ക് കളിക്കണമെങ്കിൽ കളിക്കുകയും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മാളിൽ കയറി. നമുക്കറിയാമല്ലോ, ഇപ്പോൾ തൃശ്ശൂർ ഏറ്റവും ബിഗ്ഗസ്റ്റായിട്ട് നിൽക്കുന്ന മാളുകളിലൊന്നാണ് ഹൈലൈറ്റ് മാള്. കുറേ ഷോപ്പിങ്ങിനുള്ള കുറേ ഷോപ്സുകളുണ്ട്. നിരവധി നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ മോള് നേരെ ഓടി ചെന്നിട്ട് അവൾ അതിശയത്തിൽ നോക്കുകയാണ്, വലിയ കണി ഒരുക്കി വെച്ചത്. അവൾക്ക് അതിശയത് കണ്ടിട്ട്. അങ്ങനെ നേരെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാണ്. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വേഗം കിടക്കുന്ന മോള് വേഗം കയറി പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തി. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ ആദ്യം നമ്മൾ കണ്ടത് കുറച്ച് രാജസ്ഥാനി ഐറ്റംസ് വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ജസ്റ്റ് അത് നോക്കി നേരെ പോയത് മോളുടെ ഗെയിം സോണിലേക്കാണ്. മോളും ഹസ്ബൻഡും കൂടി കുറേ ഗെയിംസ് കളിച്ചു. നമുക്ക് കാർഡുള്ള കാരണം ജസ്റ്റ് ഒന്ന് റീചാർജ് ചെയ്യാൻ വേണ്ടു. മോൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ട കുറേ ഗെയിംസ് കളിച്ചു. കുറേ കളിക്കുകയെന്ന് വെച്ചാൽ കുറേ നേരം കളിച്ചു. അത് കഴിയുമ്പോൾ പിന്നെ അവിടെ ഒരു റൈഡ് ഉണ്ടായിരുന്നു, ചെറിയൊരു റൈഡ്. ഒരാൾക്ക് 100 രൂപയാണ്. അങ്ങനെ ഞങ്ങൾക്ക് 3 ആൾക്ക് 300 രൂപയെ. ഞങ്ങളും കൂടി കയറാം, ഒറ്റയ്ക്ക് കയറില്ല പറഞ്ഞു. അങ്ങനെ ഷോപ്പിങ്ങിന് അധികം ഐറ്റംസൊന്നും നമ്മൾ ഷോപ്പ് ചെയ്തില്ലെങ്കിലും ഇങ്ങനെയുള്ള ഐറ്റംസിലൊക്കെ കയറി, അവളുടെ ഇഷ്ടപ്പെട്ട റൈഡ്സിലൊക്കെ കയറി. പിന്നെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനും കുറേ മുകളിൽ നല്ല ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ റൈഡിൽ കയറിയപ്പോൾ. അതിങ്ങനെ നമുക്ക് ആ ചുറ്റും ആ മാള് മൊത്തം നമുക്കിങ്ങനെ കറക്കി കാണിക്കും, ഓരോ ഷോപ്പിൻ്റെ അടുത്തു നിന്ന് ഇങ്ങനെ നടന്ന്. പിന്നെ അവൾക്ക് ഐസ്ക്രീം വേണം പറഞ്ഞിട്ട് ഐസ്ക്രീം മേടിച്ചു. അപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ പുറത്താണെങ്കിലും നല്ല ഫോട്ടോസൊക്കെ എടുക്കാനുള്ള നല്ല ആംബിയൻസ് ഉണ്ട്. ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നൈറ്റ് വരാണെങ്കിൽ ഹൈലൈറ്റ് മാളിൽ നല്ല രസമാണ്. അപ്പോൾ പകലാണെങ്കിലും നല്ല രസം തന്നെയാണ്. അവിടെ വന്നിരിക്കാനും നല്ല കാറ്റും നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മോൾക്കും ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു നല്ല ഹാപ്പി ആയിട്ട്.
അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം വളരെ ഹാപ്പി ആയിട്ട് നീങ്ങി. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആരും മറക്കരുതേ. താങ്ക് യു.